അപ്പോഴത്തെ നമ്മളിവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഇപ്പോൾ സമയം ഏകദേശം 4:30 ഇവിടെ എത്താൻ പറ്റുമെന്നൊന്നും നമുക്കറിയത്തില്ല. ഒരു 15 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമ്മൾ മാൽപ്പ വരെ എത്താമെന്നാണ് വിചാരിക്കുന്നത്. മാൽപ്പ എത്തുന്നുണ്ട്. നാരങ്ങയുടെ സീസണാണെന്ന് തോന്നുന്നു ഇവിടെ. നാരങ്ങ മണതൽ നാരങ്ങ പോലത്തെ വലിയ നാരങ്ങ. ഓറഞ്ചാണോ നാരങ്ങയാണോ? ഒപ്പത്തെ അവിടെ വീട്ടിൽ കല്യാണം നടക്കുന്നുണ്ട്. പോയാൽ തിന്നായിരുന്നു. ഫുഡ് അതുപോലെ തന്നെ റോഡിൽ പണിയും നടക്കുന്നുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് പോയില്ല, പണിയും കിട്ടും. ഞാനെല്ലാം കൃത്യമായിട്ട് ചെയ്തായിരുന്നു. ഒന്നുകൂടെ നോക്കട്ടെ. യപ്പ താക്കോൽ ഇവിടെ ഉണ്ട്. ഗേഴ്സ് ലോക്ക് ദുന്നത് അക്ക് തന്നെ. ഉടുപ്പി 23 കിലോമീറ്റേഴ്സ് ഭീമ ജ്വല്ലറി ട്രെയിൻ. ഇപ്പോൾ അവിടെ വെച്ച് കണ്ടൊരു സംഭവമാണിത് ആ കാണുന്നത്. ഏതോ ഫർണസാണ്. ചൂള എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഒന്നുകിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം, മറ്റേ കൽക്കരിയിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമായിരിക്കണം. പക്ഷേ കറണ്ട് ലൈൻ ഒന്നും പോകുന്നത് കാണുന്നുമില്ല. എന്താ സംഭവം എന്നറിയില്ല. ഗൂഗിൾ അടിച്ച് നോക്കാം. ഏതൊക്കെയാലും അടിപൊളി. ഇങ്ങനെയുള്ള ഫാക്ടറികളൊക്കെ കേരളത്തിലുണ്ടായിരുന്നു. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടുത്തെ ഒരു വലിയ ക്ഷേത്രമാണ് കേട്ടോ, ശ്രീ മഹാലക്ഷ്മി ടെമ്പിൾ. കേരള വാസ്തുശില്പകലയിലുള്ള ഗോപുരമൊക്കെ കണ്ടപ്പോഴത്തേ ഞാനൊന്ന് നിർത്തിയപ്പോഴാണ് ഒരു ഏരിയ മുഴുവൻ ആ ടെമ്പിളാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അകത്ത് കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഇപ്പുറത്താണ് 2 വലിയ ഈ കൺവെൻഷൻ സെൻ്ററൊക്കെ ഉണ്ട്. അപ്പോഴത്തേ ഇത് ഒരു വലിയ അമ്പലം. അതിൻ്റെ അകത്ത് കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മഹാലക്ഷ്മിയുടെ പേരിലുള്ള ക്ഷേത്രമാണ്. ഒരു വലിയ കൊടിമരമൊക്കെ കാണാം, കേരള സ്റ്റൈലിലുള്ള ഒരു കൊടിമരം. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ നീങ്ങുകയാണ്. ഈ വഴിക്ക് ഇത് ഉടുപ്പി ജില്ല തന്നെയാണ്. നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി ചെല്ലാൻ പോകുന്നത് മാൽപ്പയിലാണ്. മാൽപ്പയിൽ എന്ന് എത്താൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, നമുക്ക് യാത്ര തുടരാം. ഇപ്പോൾ 5 മണി ആകാറായി. കുറച്ച് നേരം കൂടി ചവിട്ടാം, എന്നിട്ട് എവിടെയെങ്കിലും ആൾട്ടാകാമെന്ന് വെക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശസ്തമായ ബീച്ചാണ് കാപ്പു ബീച്ച്. 2 കിലോമീറ്റർ ഹൈവേയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ചോദിച്ചപ്പോഴും പറഞ്ഞത് ഇവിടുന്ന് 2 കിലോമീറ്റർ 1 കിലോമീറ്റർ ആകണ്ടേ ഉള്ളൂ. ലൈറ്റ് ഹൗസൊക്കെ ഉണ്ട്, ഒരു പഴയ ലൈറ്റ് ഹൗസൊക്കെ. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. പോയി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇതെല്ലാം മൊത്തം ഇഷ്ടംപോലെ സ്ഥലം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണല്ലോ. പക്ഷേ ഇടയ്ക്കൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ഇതുപോലെ ഇങ്ങനെ മരങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞ് തിങ്ങി നടക്കുന്ന മരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നിറച്ച് വീടുകളുണ്ട്. അവിടെ ഒരു അമ്പലത്തിലെ പൂജാരിയാണ് ഇപ്പോൾ എന്നോട് ചോദിച്ചത്. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേനും പുള്ളിയോട് ചോദിക്കാം. കാപ്പു ബീച്ച് എങ്ങനെയാണെന്ന് പോയി നോക്കാം. അപ്പം മംഗലാപുരത്തെ ആദ്യത്തെ കാഴ്ചയിലോട്ടാണ് പോകുന്നത്. കാപ്പു ബീച്ച്. ബീച്ച് മാത്രമല്ല കേട്ടോ, ഇവിടെ പാടമൊക്കെ ഉണ്ട്. പാടം കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന പാടം. ഒരുമാതിരി തമിഴ്നാട്ടിൽ കൂടെ വന്ന പോലെ. അതുകൊണ്ട് തമിഴ്നാട്ടിൽ പോകുമ്പോഴേ ഇങ്ങനെ 2 സൈഡും മരമൊക്കെ ആയിട്ട് നിന്നിട്ട് ഇതുപോലെ പാടമൊക്കെ കൊയ്തിട്ടിരിക്കുക. പക്ഷേ സൈഡിലെല്ലാം മരങ്ങളായതുകൊണ്ട് കാണത്തില്ല.
മയിലൊക്കെ നിൽപ്പുണ്ട് കേട്ടോ, നിറച്ച് മയിലൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, നിർഭാഗ്യകരം, രണ്ട് സൈഡും നമ്മൾ പാലക്കാട് കൂടിയൊക്കെ യാത്ര ചെയ്ത പോലെയാണ്, വേലിയാണ് കേട്ടോ. വേണ്ട അതുകൊണ്ട് അങ്ങ് അറ്റത്ത് മയിൽ നിൽക്കുന്നുണ്ടോ, തീരൊക്കെ വിരിച്ച് മയിൽ നിൽക്കുന്നു. അപ്പോൾ കാപ്പു ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാഴ്ച വരുന്നത്. അപ്പോഴത്തെ അങ്ങറ്റത്തും ഒരു മൈലൻ നിൽക്കുന്നുണ്ടോ, ഉണ്ടോ? അവിടെ ഒരു മയിലൊക്കെ നിൽപ്പുണ്ട്. വയലെല്ലാം കൊയ്തിട്ടിരിക്കുന്നതാണ്. ഇത് കണ്ടോ, പ്രാവുകളൊക്കെ നിറയെ പറന്ന് നടപ്പുണ്ട്. അവർ കൊയ്ത്ത് കഴിഞ്ഞ വാടത്ത് ഉള്ള നെല്ലൊക്കെ കുത്തിയെടുത്ത് തിന്നാൻ വേണ്ടി നടക്കുകയാണ്. കൂട്ടത്തോടെ പ്രാവ് പറന്ന് നടക്കുന്നു, നല്ല രസമുണ്ട്. ഒരു പാലക്കാടൻ ഏരിയ പോലെ തന്നെ, ഉണങ്ങിയ പാടമാണ്. മയിലിനെ ഒന്ന് സൂം ചെയ്ത് നോക്കട്ടെ. താണ്ട് നിൽക്കുന്നു, പ്രാവ് പറക്കുന്നുണ്ടോ? വാ, സൂപ്പർ. അപ്പോൾ ശരി, നമ്മൾ കാപ്പു ബീച്ചിലോട്ട് പോവുകയാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് കാപ്പു ബീച്ചിലാണ്. കാപ്പു ബീച്ച് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ മംഗലാപുരത്തു നിന്ന് ഉടുപ്പിക്ക് പോകുന്ന റൂട്ടിലാണ്. 66-ൽ നിന്നും ഒരു 2 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ കാപ്പു ബീച്ചായി. ഇതാണ് കാപ്പു ബീച്ചിലെ കാഴ്ച. ഇതുണ്ടോ, ടവറും കാര്യങ്ങളും ഒക്കെ തൊട്ടുപുറകിലുണ്ട്, ലൈറ്റ് ഹൗസ്. അതുപോലെ തന്നെ ഇവിടെ അടിപൊളി ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. കാണാനൊരു ലുക്കുണ്ട്, എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട്. പക്ഷേ എല്ലാം പലർക്കായിട്ട് വീതം വെച്ച് കൊടുത്തിരിക്കുക. അതായത് ഒരു റിസോർട്ടുകാരോ ഒരു സെറ്റപ്പുകാരോ വന്നിട്ടല്ല ഇവിടെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടി അത് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എല്ലാ നാട്ടുകാരും ഉണ്ട്. നമ്മൾ മാൽപ്പ ഉടുപ്പി റൂട്ടിലോട്ട് പോകുന്ന വഴിക്ക് എഴുതണ്ട കാപ്പു ബീച്ചിലെത്തിയതാണ്. കേരളത്തിലെ കാപ്പു ബീച്ചാണെങ്കിൽ ഇവിടെ കാപ്പു ബീച്ചാണ്. കാപ്പു ബീച്ചിൻ്റെ ലൈറ്റ് ഹൗസാണിത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഡിസൈനിൽ കാണുന്ന ഒരു ലൈറ്റ് ഹൗസ്. അപ്പോൾ ഇവിടെ പാറകൾ നിറഞ്ഞൊരു സ്ഥലമാണ്. നമ്മുടെ കോഴിക്കോട് കഴിഞ്ഞാൽ കാണുന്ന പോലെ തന്നെ പാറകളാണ് മൊത്തം. കരിങ്കൽ പാറകളുടെ ഇടയിൽ ഒരു ലൈറ്റ് ഹൗസ്. നല്ല രസമുണ്ട് കാണാൻ. കല്ലുമ്മക്കായാണ് മൊത്തം, പാറയെല്ലാം കല്ലുമ്മക്കായ പിടിച്ച് കിടക്കുന്നത്. പിന്നെയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവൻ നായ്ക്കളാണ്. കൊല്ലത്തെ ബീച്ചിൽ കണ്ട പോലത്തെ നായ്ക്കളാണ്, കൂട്ടം കൂടിയാണ്. പിള്ളേരൊക്കെ കളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അന്നേരം ഈ സാമാനങ്ങൾ പുറകെ വരുവാണ്. ലൈറ്റ് ഹൗസിലോട്ട് പ്രവേശനമുണ്ട്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞാൻ കയറുന്നില്ല, കാരണം ഇത് കണ്ടോ, സൂര്യനൊക്കെ അസ്തമിച്ചു. അതുപോലെ തന്നെ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇവിടെയൊക്കെ കുടയൊക്കെ കുത്തിവെച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ബീച്ചുകളെ അപേക്ഷിച്ച് ഒരു വ്യത്യസ്തത ഇത് തന്നെയാണ്. വരുന്നവരെ എവിടെ വേണമെങ്കിലും കയറിയിരിക്കാം. കുറച്ച് കുടകളൊക്കെ കുത്തി വെച്ചുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അത് ഇത് കണ്ടോ, ഇത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ തന്നെയുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് കണ്ടോ, ഡിസേർട്ട് ബൈക്കുകൾ, ധാരാളം ഡിസേർട്ട് ബൈക്കുകളുണ്ട്. അത് പവർഫുൾ ബൈക്കുകളാണ്, അല്ലാതെ ഈ മനുഷ്യനെ പറ്റിക്കുന്ന പോലത്തെ ബൈക്കുകളല്ല. നല്ല പവർഫുൾ ബൈക്കുകൾ. അതുപോലെ തന്നെ കാർട്ടുകളുണ്ട്. ഇത് കണ്ടോ, ബാറ്ററി കാർട്ട്സ്. ഈ നമ്മുടെ ഗോൾഫ് കളിക്കുന്നവർ കൊണ്ടു നടക്കുന്ന ഒരു ടൈപ്പ് വണ്ടിയില്ലേ, ആ വണ്ടിയുടെ മോഡലൊരു വണ്ടി. അത് ഇലക്ട്രിക് വണ്ടിയാണ് കേട്ടോ. ഇത് പെട്രോൾ വണ്ടിയാണ്. നമ്മൾ വെളിനാട്ടിലൊക്കെ ഗൾഫിലൊക്കെ കണ്ടിരുന്ന പോലെ തന്നെയുള്ള ഇത് പെട്രോൾ വണ്ടിയാണ്. യമഹയുടെയാണ് കേട്ടോ, യമഹയുടെ വണ്ടികളാണ്. അപ്പോൾ നിറച്ച ആളുകളുണ്ട്. ഇതുണ്ടോ, നിറയെ ആളുകളുണ്ട്. കടലിൽ ഇറങ്ങിപ്പോയി കുളിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ എവിടെയാണെങ്കിൽ ഇപ്പം 50 പ്രാവശ്യം വിസിലടിച്ചേ. ഇതുണ്ടോ, ആൾക്കാർ ഇറങ്ങിപ്പോകുന്നു, ഒരു പ്രശ്നമില്ല. ആളുകൾ മൊത്തം ഇറങ്ങിപ്പോയി കുളിക്കുന്നുണ്ട്, കുഞ്ഞു പിള്ളേരടക്കം. ചെയ്തുണ്ടോ, കുട്ടികളൊക്കെയാണ് അങ്ങനത്ത് കുളിക്കാൻ ഇറങ്ങിപ്പോയിരിക്കുന്നത്. പക്ഷേ സേഫ്റ്റി നോക്കിയാണ് നിൽക്കുന്നത്. കയറി പോയിട്ട് പക്ഷെ അവരൊക്കെ സേഫാണ്. ഇപ്പോൾ കേരളത്തിലായിരുന്നു ഇരിക്കുന്ന 2 ഗാർഡുമായി ഇപ്പം കൂകി വിളിച്ച് പ്രശ്നം ഉണ്ടാക്കിയത്. അതാണ് അവിടെ ഇവിടെ ടൂറിസത്തിൻ്റെ വ്യത്യാസം. ഇത് ടൂറിസം അപകടം ഉണ്ടായിക്കഴിഞ്ഞാലേ ഉള്ളൂ. അതുവരെ അവർ സേഫാണെന്ന് നോക്കും, പിന്നെ പറഞ്ഞാലും മനുഷ്യൻ കേൾക്കുകയും
ഇവിടെ അങ്ങനെയല്ല. സൗണ്ടേ ഉള്ളൂ. സൗണ്ടേ ഉള്ളൂ, സ്പീഡില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. അതിന് സ്പീഡുണ്ട്, സാധാരണ ആക്സിലേറ്ററാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ കിടന്ന് വിളിച്ചു പോകുന്നുണ്ട് ബൈക്ക് റൈഡ് 50-50. അപ്പോൾ അതേ ഇത് കണ്ടോ, ഒട്ടകപ്പുറത്തൊക്കെ ആൾക്കാരെ കയറ്റുന്നുണ്ട്. എല്ലാം 100 രൂപ കേസുകളാണ്. കുതിരയുണ്ട്, ഒട്ടകമുണ്ട്. നിറച്ച് ഷോപ്പുകളാണ് നമ്മൾ കയറിപ്പോകുന്നിടത്ത് ഇറങ്ങി വരുന്നിടത്തും. ഇതുണ്ടോ, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഗുണം. പിന്നെ ആളും വരും കേട്ടോ. ഇങ്ങനെയൊക്കെ ഫുഡ് കോർട്ടുകൾ വന്നു കഴിഞ്ഞാൽ തന്നെ ആളുകൾ വരും. പക്ഷേ ഇവിടെ ഫുഡ് കോർട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഏത് ടൈപ്പ് ഫുഡ് കോർട്ട് വേണേലും ഉണ്ട്. അപ്പോൾ ആ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി പോവുകയാണ്. കാരണം ഇവിടെ നായ്ക്കൂട്ടങ്ങളുടെ കളിയാണ്. ശല്യമൊന്നുമില്ല, പക്ഷേ കുഞ്ഞിനെ ഇറക്കി കഴിയുമ്പം ചിലപ്പം അവരെല്ലാം കൂടി നമുക്കിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്നൊരു പേടി. അതുകൊണ്ട് നമ്മൾ പോവുകയാണ്. അവിടെ നിന്നൊരു ചായ കുടിച്ചാലോ? ചായ ഉണ്ടോ? ഇല്ല. ലൈം സോഡ, ഷുഗർ. ചായ ഉണ്ട്. ചായ ഒരു വടയും കഴിക്കാം. അപ്പത്തെ ഇവിടുത്തെ ഫസ്റ്റ് കടയിൽ നിന്ന് തന്നെ ഒരു സാധനം വെച്ചാൽ ഒരു ചായ കുടിച്ചേക്കാന്ന് വെച്ചാൽ. മസാല ബോണ്ട ഉണ്ട്, ബ്രെഡുണ്ട്, പിന്നെ ഷുഗർ കെയിൻ ജ്യൂസ് ഉണ്ട്. അപ്പം ഞാനൊരു ചായ പറഞ്ഞിട്ടുണ്ട്, ഒരു മസാല ബോണ്ടായി. ചട്നി ഉണ്ട് കേട്ടോ, നമ്മുടെ ഇവിടുത്തെ പോലെ അല്ല. ചട്നിയൊക്കെ തന്നിട്ടുണ്ട്, അടിപൊളി. അതേ സമയത്ത് കുഞ്ഞിയുടെ അവിടെ ആൾ കൂടിയിരിക്കുക കേട്ടോ. ഇതുണ്ടോ, കുഞ്ഞി ഇരിക്കുന്നിടത്ത് ഭയങ്കര ആളുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞിനെ പിള്ളേർ പൊതിഞ്ഞിരിക്കുകയാണ്. കുഞ്ഞിനെ പൊതിയുന്നതോടൊപ്പം തന്നെ നമ്മുടെ വല്ല പൊതികളും പോകുന്നുണ്ടോ എന്നും കൂടെ നോക്കണം. കുഞ്ഞി നല്ല ഉറക്കത്തിലാണ്, അവൾ നല്ല സൂപ്പർ ഉറക്കത്തിലാണ്. അപ്പോൾ ചായ കിട്ടിയിട്ടുണ്ട്, ചായയും കിട്ടി, മസാല ബോണ്ടായും കിട്ടി. അപ്പോൾ ചായയും കുടിച്ച് മസാല ബോണ്ടായും നിന്നിട്ട് കുഞ്ഞിയുടെ അടുത്തോട്ട് പോകണം. മസാല ബോണ്ട ഓക്കെ. അപ്പോൾ ചായ കുടിക്കാം അല്ലേ? കുഴപ്പമില്ല, ചായ വലിയ കുഴപ്പമില്ല. മസാല ബോണ്ടയുടെ കൂടെ ചട്നി ഉണ്ട് കേട്ടോ, അടിപൊളി.